നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ടോ? ഒരു റിലേഷൻഷിപ്പിനെ ഏറ്റവും മോശമായിട്ട് ബാധിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അവിടെ മറ്റുള്ളവരുമായിട്ടുള്ള കമ്പാരിസൺ വരുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്വഭാവത്തിൽ പെട്ടതാണ്. ഇവിടെ പ്രശ്നം വരുന്നത് നിരന്തരമായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് നമ്മുടെ ജീവിതത്തിനെ കമ്പയർ ചെയ്യുമ്പോഴാണ്. നമ്മൾ അവരുടെ ലൈഫിലുള്ള ഏറ്റവും എഡിറ്റഡ് വേർഷൻ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അത് നമ്മൾ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകും. ഇങ്ങനെ നിരന്തരമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരാളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. നമ്മൾ പാർട്ട്ണർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണാതെ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ അപ്രീസിയേഷൻ കുറയും. അതേപോലെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ റിയാലിറ്റിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ വളരെ ബുദ്ധിമുട്ടും. ഞാൻ എന്ത് ചെയ്താലും മതിയാവില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് നമ്മളുടെ പാർട്ട്ണറിന് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവരിപ്പോ ചെയ്യുന്ന കാര്യങ്ങൾ പോലും പിന്നെ ചെയ്യാനാവുകയാണ് ഉണ്ടാവുക. അതേപോലെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ പാർട്ട്ണർക്ക് മോട്ടിവേഷൻ അല്ല ഉണ്ടാവുന്നത്, അവർക്ക് നമ്മളോട് ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ആണ് ഉണ്ടാവുന്നത്. ഇവിടെ പാർട്ട്ണറിനെ മനസ്സിലാക്കുന്നതിന് പകരം മത്സരിച്ച് നിൽക്കുക എന്നുള്ള ഒരു ടെൻഡൻസിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓരോ റിലേഷൻഷിപ്പിനും അതിൻ്റെതായിട്ടുള്ള ഒരു വിധമുണ്ട്. ആ ഒരു ഇൻഡിവിജ്വാലിറ്റി ആണ് നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് അതേപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് നഷ്ടമാവുന്നത്. റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഫാക്ടറുകളെ കുറിച്ച് അറിയാൻ ഈ പേജ് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള കൺസേൺസിനെ കുറിച്ച് കമന്റ് ചെയ്യാം.